കേരള രാഷ്ട്രീയത്തിൽ കത്തി നിൽക്കുന്ന ഒരു വിവാദത്തിലേക്കാണ് ആദ്യം ദലാൽ ടി.ജി. നന്ദകുമാറിനൊപ്പം ബി.ജെ.പി. കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ഇ.പി. ജയരാജന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് പാർട്ടി പരിങ്ങലിലായിരിക്കുകയാണ്. CPM-ൽ വരാനിരിക്കുന്നതാകട്ടെ വൻ പൊട്ടിത്തെറി. ചർച്ച നടന്നെന്ന ബി.ജെ.പി. നേതൃത്വം കൂടി വ്യക്തമാക്കിയതോടെ CPM വെട്ടിലായിരിക്കുകയാണ് മുഴുവനായി. പ്രതിസന്ധി മുന്നിൽ കണ്ട് കഴിഞ്ഞ ദിവസം ഇ.പി.യെ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി വരെ രംഗത്തെത്തുന്ന ഒരു കാഴ്ച കൂടി ഉണ്ടായിരുന്നു. ആർ രാജീവ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാജീവ്, ഈ പരസ്യശാസന CPM-നെ സംബന്ധിച്ച് പതിവില്ലാത്തതായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് തന്നെ നേരിട്ട് ഈ പരസ്യശാസന ഇ.പി.യുടെ നേരെ വരുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം ഉണ്ടായി. കേരള രാഷ്ട്രീയം അല്ലെങ്കിൽ ഇടത് രാഷ്ട്രീയം ആകെ മാറുകയാണെന്നുള്ള ഒരു സൂചന. ഒരുപക്ഷെ ഇ.പി. വോട്ട് എടുപ്പ് ദിവസം തന്നെ ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയതിലൂടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് CPM-നെ വെട്ടിലാക്കിക്കൊണ്ട് പുതിയൊരു വെളിപ്പെടുത്തൽ കൂടി പുറത്തേക്ക് വന്നത്. നേരത്തെ BJP നേതാക്കൾ പറഞ്ഞിരുന്നു ചില നേതാക്കളുമായി CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും ചില നേതാക്കൾ BJP-യിലേക്ക് എത്തും, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുവെന്ന BJP സംസ്ഥാന നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പിണറായിയോളം തലപ്പൊക്കമുള്ള ഒരാൾ CPM-ൽ നിന്ന് BJP-യിലേക്ക് എത്തുമെന്നും നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും അത് ഇ.പി. ജയരാജനാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു എന്ന് ഇ.പി. ജയരാജൻ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല BJP സംസ്ഥാന നേതൃത്വവും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇ.പി. ജയരാജനുമായി ചർച്ചകൾ നടത്തിയിരുന്നു, BJP-യിലേക്ക് എത്താൻ സന്നദ്ധനാണെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തിരുന്നു എന്ന വെളിപ്പെടുത്തുമ്പോൾ CPM തീർച്ചയായും വലിയ രീതിയിലുള്ള വെട്ടിലായിരിക്കുകയാണ്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങളായിരുന്നു CPM-ൽ ഉയർന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകൾ ആരോപണ വിധേയയായ മാസപ്പടി കേസ് ഉൾപ്പെടെ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ഇ.പി. ജയരാജനെ ചൊല്ലി CPM വീണ്ടും പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. നേരത്തെ തന്നെ ഇ.പി. ജയരാജനുമായി ചർച്ചകൾ നടത്തുമെന്ന സൂചനകൾ CPM-ന് ലഭിച്ചിരുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം M.V. ഗോവിന്ദനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആക്കിയതാണ്. ഒരു കാലത്ത് പിണറായിയുടെ നിഴല് പോലെ നടന്നിരുന്ന വ്യക്തിയാണ് ഇ.പി. ജയരാജൻ. തന്നെ അവഗണിച്ചുകൊണ്ട് M.V. ഗോവിന്ദനെ CPM സംസ്ഥാന സെക്രട്ടറി ആക്കി എന്ന ഒരു കാര്യം നേരത്തെ തന്നെ രഹസ്യമായി പല നേതാക്കളോടും ഇ.പി. ജയരാജൻ സംസാരിച്ചിരുന്നു. മാത്രമല്ല M.V. ഗോവിന്ദൻ അയച്ച ജനകീയ പ്രതിരോധ യാത്രയിൽ നിന്നും അദ്ദേഹം വിട്ടുനിന്നുകൊണ്ട് പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. കണ്ണൂരിൽ ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹം പ്രതിരോധ യാത്രയിൽ പങ്കെടുത്തിരുന്നില്ല. മാത്രമല്ല ദലാൽ നന്ദകുമാറിന്റെ അമ്മയെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ ഇ.പി. ജയരാജൻ പങ്കെടുക്കുകയും ചെയ്തു. അതും അന്ന് CPM-നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുകയും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ താൻ CPM-നൊപ്പം തന്നെയാണ്, CPM വിട്ടു പോകില്ല എന്ന ഇ.പി. ജയരാജൻ ആ ഘട്ടത്തിൽ നിലപാടെടുത്തു. മാത്രമല്ല മുഖ്യമന്ത്രി നേരിട്ട് പിന്നീട് അദ്ദേഹത്തെ അനുനയിപ്പിച്ചത്. പക്ഷേ അപ്പോഴും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നു. ഈ ദലാൽ നന്ദകുമാർ വഴിയാണെങ്കിൽ കൂടിയും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തുമ്പോൾ ഏതായാലും CPM വലിയ പ്രതിരോധത്തിൽ തന്നെയാണ്. നേരത്തെ CPM-ൽ നിന്ന് ആരും BJP-യിലേക്ക് പോകില്ല, കോൺഗ്രസിൽ നിന്നാണ് കൂടുതൽ നേതാക്കൾ BJP-യിലേക്ക് പോകുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ CPM-ലെ ഏറ്റവും സമുന്നതനായ നേതാവ് LDF കൺവീനറാണ്, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അത്തരമൊരു നേതാവ് BJP-യിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടത്തി എന്ന് പറയുമ്പോൾ തീർച്ചയായും ആ രീതിയിൽ അവഗണിച്ച് കളയാൻ CPM-ന് കഴിയില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ഇ.പി. ജയരാജൻ. ആ ജയരാജനാണ് BJP-യുമായി ചർച്ചകൾ നടത്തിയിരിക്കുന്നത്. ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇ.പി. ജയരാജൻ തന്നെയാണ്. ജാവദേക്കർ ഉൾപ്പെടെയുള്ളവർ തന്നെ വന്ന് കണ്ടു എന്ന ഇ.പി. ജയരാജൻ പറയുമ്പോൾ ഏതായാലും അത് CPM-നെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇനി CPM-ന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വഴികൾ, ഒന്ന് ഇ.പി. ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം അനു സൂചിപ്പിച്ചതുപോലെ പരസ്യമായ ഒരു പ്രതികരണത്തിലേക്ക് മുഖ്യമന്ത്രി കടന്നിരിക്കുന്നു. ശിവനൊപ്പം ഭാവി കൂടിയാൽ ശിവൻ കൂടി ഭാവിയാകുമെന്ന ഒരു ഏറ്റുപറച്ചിലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് നേരത്തെ ഉണ്ടായിരുന്ന സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് 2 കോടി രൂപ ദേശാഭിമാനിക്കായി വാങ്ങിയ സംഭവമാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്. അന്ന് ഇ.പി. ജയരാജന് ജാഗ്രത കുറവുണ്ടായി എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ വിമർശനം ഉണ്ടാവുകയും ദേശാഭിമാനിയുടെ ജനറൽ മാനേജർ സ്ഥാനത്ത് നിന്ന് ഇ.പി. ജയരാജനെ മാറ്റുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ പോലും മുഖ്യമന്ത്രി അല്ലെങ്കിൽ അന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അദ്ദേഹത്തെ തള്ളിപ്പറയാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തെ തള്ളിപ്പറയുക മാത്രമല്ല അന്നത്തെ ആ കാര്യം ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഏതായാലും ഇനിയും ഇ.പി. ജയരാജന് പാർട്ടിയിൽ മുന്നോട്ട് പോകുന്നത് ദുർഘടമാണ്. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റാനുള്ള ശ്രമങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകുമെന്ന സൂചനകൾ കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ഇക്കാര്യത്തിൽ പരസ്യമായി കൂടുതൽ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ ഇക്കാര്യം CPM-ൽ സജീവ ചർച്ചകൾക്ക് വഴിവെക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പ്രത്യേകിച്ചും CPM-ന് വലിയ നാണക്കേടായി മാറിയ ഒരു സംഭവം തന്നെയാണ് കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെ BJP നേതൃത്വം
നേതൃത്വവുമായി ചർച്ച നടത്തി എന്നതിന്റെ തെളിവുകൾ പുറത്തേക്ക് വരുന്നത്. ആദ്യഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രനും പിന്നീട് BJP സംസ്ഥാന അധ്യക്ഷനും ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. പിണറായിയോളം തലപ്പൊക്കമുള്ള ഒരാൾ BJP നേതൃത്വവുമായി ചർച്ച നടത്തി. അദ്ദേഹം BJPയിലേക്ക് എത്താൻ സന്നദ്ധരാണെന്ന് അറിയിക്കുക കൂടി ചെയ്തു എന്നായിരുന്നു നേരത്തെ BJP നേതൃത്വം പറഞ്ഞിരുന്നത്. ആ ഘട്ടത്തിലൊക്കെ അതിനെ പുച്ഛിച്ചു തള്ളുകയായിരുന്നു CPM നേതൃത്വമെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. EP ജയരാജൻ തന്നെ സ്ഥിരീകരിക്കുന്നു താൻ BJP നേതൃത്വവുമായി ചർച്ച നടത്തിയിട്ടുണ്ട്, BJP ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നു. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇതിനൊപ്പമാണ് BJP സംസ്ഥാന നേതൃത്വം മറ്റൊരു അവകാശവാദം കൂടി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കൂടുതൽ CPM നേതാക്കളുമായി ചർച്ച നടത്തി. അത് ആര് എന്നാണ് ഇപ്പോൾ CPM നേതൃത്വം ആശങ്കയോടുകൂടി കാണുന്ന മറ്റൊരു കാര്യം. CPMന്റെ സംസ്ഥാന നേതൃത്വത്തിൽ കൂടുതൽ ആളുകളുമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ആരൊക്കെ എന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി തന്നെയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ നടക്കും. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം LDF കൺവീനർ സ്ഥാനത്ത് എങ്ങനെ ഇനി EP ജയരാജനെ തുടരാൻ കഴിയും, EP ജയരാജനെ വെച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നതാണ് രാജീവ്. അപ്രകാരം തന്നെ പാർട്ടി തീരുമാനിക്കുമോ? രാജീവ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗമായ മുതിർന്ന നേതാവാണ് EP ജയരാജന്റെ ഈ വിശദീകരണം. വോട്ടെടുപ്പ് ദിനം അദ്ദേഹം വെളിപ്പെടുത്തുന്നു കാര്യങ്ങൾ. ആ വിശദീകരണം പാർട്ടി അണികൾക്ക് പോലും ദഹിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ LDF കൺവീനർ എന്ന സ്ഥാനം അദ്ദേഹത്തിന് തെറിക്കുമെന്നൊക്കെ സംസാരമുണ്ട്. തീർച്ചയായും LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കഴിഞ്ഞ കുറേ നാളുകളായി CPM രാഷ്ട്രീയത്തിൽ EP അത്ര സജീവമല്ല. നമുക്കറിയാം, വിവാദമായ പല വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും EPയുടെ ഭാഗത്തു നിന്നും വലിയ പരസ്യ പ്രതികരണങ്ങളൊന്നും ഉണ്ടാകാറില്ല. LDF യോഗം തന്നെ വല്ലപ്പോഴുമാണ് ഇപ്പോൾ ചേരുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചതുപോലെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെ ഈ കൂടിക്കാഴ്ചയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ CPI ഈ ആവശ്യം ശക്തമായി മുന്നോട്ട് വെക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നൽകിയത് വ്യക്തമായ സൂചനയാണ്. EPയെ കൈവിടുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നൽകിയത്. കാരണം CPM അത്തരത്തിലുള്ള ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് സാധാരണ രീതിയിൽ പോകാറില്ല. ഏത് നേതാവിനെയാണെങ്കിലും ഇത്തരത്തിൽ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ കുറ്റപ്പെടുത്താനോ പരസ്യമായി വിമർശിക്കാനോ CPM നേതാക്കൾ തയ്യാറാകാറില്ല എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ CPM സംസ്ഥാന കൗൺസിലിലോ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും പിന്നീട് അത് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ചർച്ച ചെയ്ത് നടപടി സ്വീകരിക്കുകയാണ് പതിവ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. ചില തെറ്റായ തീരുമാനങ്ങളിലേക്കും തെറ്റായ ആളുകളുമായുള്ള കൂട്ടുകെട്ടിലേക്കും EP ജയരാജൻ നീങ്ങിയെന്ന പരസ്യ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. നമുക്കറിയാം, CPMലെ അവസാന വാക്ക് ഇപ്പോഴും പിണറായി വിജയൻ തന്നെയാണ്. ആ പിണറായി വിജയൻ തന്നെയാണ് EPയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ LDF കൺവീനർ സ്ഥാനത്ത് ഇനി എങ്ങനെ EP ജയരാജനെ തുടരാൻ കഴിയുമെന്ന ചോദ്യം വളരെ പ്രസക്തം തന്നെയാണ്. മാത്രമല്ല, CPI ഉൾപ്പെടെ ഇക്കാര്യം ആവശ്യപ്പെട്ടാൽ, EP ജയരാജനെ മാറ്റണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനെ CPM പിന്തുണയ്ക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും MV ഗോവിന്ദനുമായി ഉൾപ്പെടെ അത്ര സുഖകരമായ രീതിയിലല്ല EP ജയരാജൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഞാൻ വ്യക്തമാക്കിയതുപോലെ MV ഗോവിന്ദൻ നടത്തിയ ജനകീയ പ്രതിരോധ യാത്രയിൽ നിന്നാണ് EP ജയരാജൻ വിട്ടുനിന്ന് പരസ്യമായി പ്രതിഷേധം അറിയിച്ചത്. ആ സമയത്ത് തന്നെ ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയെ ആദരിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു കണ്ണൂരിൽ. അതിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. അത് അന്ന് CPMൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചപ്പോൾ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടാണ് ആ ചർച്ചകൾ അന്ന് അവസാനിപ്പിച്ചത്. ഇപ്പോൾ അതേ മുഖ്യമന്ത്രി തന്നെയാണ് EP ജയരാജനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായി CPM തന്നെ അവഗണിക്കുന്നു എന്ന പരാതി തന്നെയാണ് EP ജയരാജനുള്ളത്. അത് പ്രത്യേകിച്ച് നേരത്തെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയതായാലും പിന്നീടുള്ള കാര്യങ്ങളിലായാലും തന്നെ അവഗണിക്കുന്നുവെന്ന പരാതി EP ജയരാജനുണ്ട്. പ്രത്യേകിച്ചും CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് തന്റെ പേര് പരിഗണിക്കും എന്നൊരു തോന്നൽ EP ജയരാജൻ ഉണ്ടായിരുന്നു. അവിടെയാണ് അദ്ദേഹത്തെ വെട്ടിനിർത്തിക്കൊണ്ട് MV ഗോവിന്ദനെ പിണറായി വിജയൻ നേരിട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആക്കിയത്. അന്ന് മുതൽ പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയാണ് EP ജയരാജൻ. പക്ഷേ ഏതായാലും EP ജയരാജൻ BJP നേതൃത്വവുമായി ചർച്ച നടത്തുമ്പോൾ അത് വലിയ പ്രതിസന്ധി CPMന് ഉണ്ടാക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ്. കണ്ണൂർ രാഷ്ട്രീയത്തിൽ മാത്രമല്ല സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടി നിറഞ്ഞു നിന്ന വ്യക്തിയാണ് EP ജയരാജൻ. ഒരു കാലത്ത് CPMന്റെ പിണറായി വിജയൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ വാക്ക് EP ജയരാജൻ്റെതായിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. വ്യവസായ വകുപ്പ് മന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം നേരത്തെ. അത്തരത്തിൽ ഉള്ള ഒരു വ്യക്തി BJP നേതൃത്വവുമായി ചർച്ചകൾ നടത്തുമ്പോൾ അത് CPMനെ വലിയ രീതിയിൽ വെട്ടിലാക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന ഈ വേളയിൽ ഇനി ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് വഴിവെക്കുന്നതും ഇതുതന്നെയായിരിക്കും. വരും ദിവസങ്ങളിൽ ചേരുന്ന CPM നേതൃയോഗം ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലേക്ക് അടക്കം. ഉടൻ തന്നെ LDF യോഗം ചേരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഈ യോഗങ്ങളിൽ EPക്കെതിരെ എന്ത് നടപടിയെടുക്കണം എന്നത് സംബന്ധിച്ച വിശദമായ ചർച്ചകളിലേക്ക് പോകും. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനുള്ള തീരുമാനത്തിലേക്ക് CPM എത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ പിന്നീട് ചർച്ചയാകുന്നത് EP ജയരാജന്റെ തീരുമാനമാണ്. BJPയിലേക്ക് പോകാനുള്ള തീരുമാനത്തിൽ EP ജയരാജൻ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ CPM അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ദേശീയ തലത്തിൽ ഉൾപ്പെടെ CPMനെ അത് പ്രതിരോധത്തിലാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രത്യേകിച്ചും കേരളത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ഒരാൾ BJPയിലേക്ക് പോവുകയാണെങ്കിൽ BJP നേതൃത്വവുമായി ചർച്ച നടത്തിയെന്നത് തന്നെ CPMനെ വലിയ രീതിയിൽ വെട്ടിലാക്കുന്നുണ്ട്. അതിനൊപ്പമാണ് BJPയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് EP ജയരാജൻ എത്തുകയാണെങ്കിൽ അതിനെ എങ്ങനെ CPM പ്രതിരോധിക്കുമെന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അനു.
CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അടുത്ത് തന്നെ ചേരാനിരിക്കുകയായിരിക്കും. സ്വാഭാവികമായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു വേളയുണ്ട്. പോളിംഗ് ശതമാനത്തിൽ സംസ്ഥാനം കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ചർച്ചയാവുമെങ്കിലും പ്രധാനമായും ഈ ഒരു വിഷയം കൂടി സ്വാഭാവികമായി ചർച്ചയിലേക്ക് എത്തേണ്ടതാണ്. അതിനു മുൻപാണ് മുഖ്യമന്ത്രിയുടെ ഈ പരസ്യ ശാസന വന്നു എന്നത് പ്രസക്തമായ കാര്യം. ഒന്ന്, ഇനി മറ്റൊന്ന്, കേന്ദ്ര നേതൃത്വം ഇതിനെ എപ്രകാരം കാണുന്നു രജിവ? അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ടുകൾ വ്യക്തമാണോ? ഇടപെടാൻ സാധ്യതയുണ്ടോ CPM കേന്ദ്ര നേതൃത്വം? ഏതായാലും കേന്ദ്ര നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വളരെ ശക്തമായി ഉയർന്നത്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് പരസ്യമായി പ്രതികരിച്ചതും. അതുകൊണ്ട് തന്നെ ഇന്നോ നാളെയോ കേന്ദ്ര നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറാകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷേ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കൗൺസിലും ചേർന്നതിന് ശേഷം, സംസ്ഥാന സമിതിയും ചേർന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലേക്ക് പോകാം എന്നായിരിക്കും കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. അതിനുശേഷം നടപടികളിലേക്ക് പോകാം എന്നായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ ഉള്ള പോംവഴി. കാരണം CPM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ് EP ജയരാജൻ. അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാട് എന്താണ് എന്നത് സംസ്ഥാന നേതൃത്വം കൂടി ഏതായാലും ഇപ്പോൾ ആകാംക്ഷയോടെ നോക്കുന്നുണ്ട്. ഒരുപക്ഷെ പരസ്യ പ്രതികരണത്തിലേക്ക് CPM ദേശീയ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ എത്തുകയാണെങ്കിൽ ഏതായാലും EP ജയരാജന് മുന്നിൽ ഇനി മറ്റ് പോംവഴികൾ ഉണ്ടാവില്ല. കാരണം ഉടൻ തന്നെ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അങ്ങനെയെങ്കിൽ നിലനിൽക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും അതുപോലെ തന്നെ CPM സംസ്ഥാന സമിതിയും ഉടൻ തന്നെ ചേരാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നു. കുറ്റപ്പെടുത്തലിലേക്ക് നീങ്ങിയ ഒരു സാഹചര്യത്തിൽ ഇനിയും ഇക്കാര്യത്തിൽ അനിശ്ചിതമായി നടപടികൾ വൈകുന്നത് ശരിയല്ല എന്ന ഒരു വിമർശനം അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാട് CPM തന്നെ ശക്തമായി ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ഉടൻ തന്നെ ചേരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇതിനുശേഷം കേന്ദ്ര നേതൃത്വത്തിന് നിലപാട് കൂടി പരിശോധിച്ചാകും തുടർ നടപടികൾ സ്വീകരിക്കുക. അനു, രാജീവ്, അവസാനമായി ഒന്നുകൂടി, കീഴ്വഴക്കങ്ങൾ തെറ്റിക്കുകയാണല്ലോ പാർട്ടി ഈ EP-യുടെ കാര്യത്തിൽ. കാരണം പരസ്യ ശാസന എന്നത് പോയിട്ട് ഈ വിഷയം പരസ്യമായി ചർച്ച ചെയ്യുക എന്നതുപോലും CPM-ന്റെ നയമായിരുന്നില്ല മുൻപ്. രാജീവ് തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ കമ്മിറ്റി യോഗം ചേരുന്നു. അതിനുശേഷം അതിനകത്തുള്ള പൊതു തീരുമാനം മാത്രം പുറത്തേക്ക് അറിയിക്കുന്നു എന്നുള്ളൊരു കീഴ്വഴക്കമാണ് ഇന്നേ വരെ വിവാദ വിഷയങ്ങളിൽ പ്രത്യേകിച്ചും പാർട്ടി സ്വീകരിച്ചു പോകുന്ന നിലപാട്. അതിൽ നിന്ന് മാറി ഇതിലേക്ക് എത്തുമ്പോൾ ഇത് കൂടുതൽ നേതാക്കൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൂടിയുള്ള ഒരു സന്ദേശമായിട്ടാണോ പാർട്ടിക്കുള്ളിൽ വിലയിരുത്തപ്പെടുന്നത്? തീർച്ചയായും BJP സംസ്ഥാന നേതൃത്വം നേരത്തെ അറിയിച്ചതനുസരിച്ചാണെങ്കിൽ കൂടുതൽ CPM നേതാക്കൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം BJP-യിലേക്ക് എത്തും. അന്ന് ഇത്തരത്തിലൊരു പ്രസ്താവന BJP നേതാക്കൾ നടത്തുമ്പോൾ അതിനെ പുച്ഛിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചെയ്തത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തു വന്നു. മാത്രമല്ല ഇങ്ങനെ ഒരു ചർച്ച നടന്നു എന്ന് EP ജയരാജൻ സ്ഥിരീകരിക്കുക കൂടി ചെയ്തിരിക്കുന്നു. അതായത് BJP നേതാക്കൾ എന്താണോ പറഞ്ഞത് ആ ഒരു സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ തീർച്ചയായും CPM-ന് വലിയ ആശങ്ക തന്നെ നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ നേതാക്കൾ ചർച്ച നടത്തിയിട്ടുണ്ടോ, കൂടുതൽ നേതാക്കൾ CPM-ൽ BJP-യിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ഒരു ആശങ്ക നിലവിൽ CPM നേതൃത്വത്തിന് നന്നായുണ്ട്. ഏതൊക്കെ നേതാക്കൾ ചർച്ച നടത്തി എന്നതിൽ മാത്രമാണ് ഇപ്പോൾ CPM-ന് ആശയക്കുഴപ്പമുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് കടുത്ത നടപടികളിലേക്ക് പോയില്ലെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ നേതാക്കൾ BJP-യിലേക്ക് പോകും എന്ന ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഏതായാലും മുഖ്യമന്ത്രി നേരിട്ട് നിലപാട് ഘടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധാരണ രീതിയിൽ ഇത്തരത്തിൽ പരസ്യ പ്രതികരണത്തിലേക്കോ പരസ്യ പ്രസ്താവനയിലേക്കോ ഒന്നും CPM പോകാറില്ല. ഇത്തരത്തിൽ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ അത് സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പിന്നീട് സംസ്ഥാന സമിതിയിലുമൊക്കെ ചർച്ച നടത്തി നടപടി സ്വീകരിക്കുകയാണ് CPM-ൽ പതിവെങ്കിൽ മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത് വ്യക്തമായൊരു സന്ദേശം തന്നെയാണ്. അതായത് EP ജയരാജൻ ചർച്ച നടത്തി എന്നത് സംബന്ധിച്ച വ്യക്തമായ തെളിവുകൾ കൂടി ലഭിച്ച ശേഷമാണ് മുഖ്യമന്ത്രി ഇന്നലെ അത്തരത്തിലൊരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായത്, EP-യെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തയ്യാറായത്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ദേശാഭിമാനിക്ക് വേണ്ടി 2 കോടി രൂപ സാന്റിയാഗോ മാർട്ടിൽ നിന്ന് ബോണ്ട് വാങ്ങിയ സംഭവത്തെ കഴിഞ്ഞ ദിവസം വീണ്ടും പരാമർശിക്കുമ്പോൾ വ്യക്തമായ സന്ദേശം തന്നെയാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. EP ജയരാജനെ പൂർണ്ണമായും കൈയൊഴിഞ്ഞു എന്ന സന്ദേശം കൂടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഘട്ടത്തിൽ അന്ന് EP ജയരാജനെ തള്ളിപ്പറയാൻ പിണറായി വിജയൻ തയ്യാറായിരുന്നില്ല. ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ഏതായാലും BJP നേതൃത്വമായി ഒരു ചർച്ച നടന്നപ്പോൾ മാത്രമാണ് അന്ന് ദേശാഭിമാനിക്ക് വേണ്ടി 2 കോടി വാങ്ങി ഇതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിലവിൽ മുഖ്യമന്ത്രി രംഗത്ത് വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ആ വിഷയങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഏതായാലും EP-ക്കെതിരെ കടുത്ത നടപടിയിലേക്ക് CPM നീങ്ങുന്നു എന്ന സൂചനകൾ കൂടിയാണ് നൽകുന്നത്. അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ സംസ്ഥാന സമിതിയിലോ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഉടൻ തന്നെ EP ജയരാജനെ മാറ്റും. അതിനുശേഷം കടുത്ത നടപടികൾ
മുന്നണികളിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അവിടെയും ഏറ്റവും പ്രധാനം EP ജയരാജൻ സ്വീകരിക്കുന്ന നിലപാടാണ്. CPM വിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് EP ജയരാജൻ എത്തുകയാണെങ്കിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നതും CPM-ന് മുന്നിൽ വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം CPM-ന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് EP ജയരാജൻ. ഒരുപക്ഷെ പിണറായി വിജയൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിണറായിയുടെയും കോടിയേരിയുടെയും കാലഘട്ടത്തിൽ ഏറ്റവും ശക്തനായ ഒരു നേതാവ് തന്നെയായിരുന്നു EP ജയരാജൻ. കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിറഞ്ഞുന്ന വ്യക്തിയാണ് EP ജയരാജൻ. അതുകൊണ്ട് തന്നെ ജയരാജൻ BJP-യിലേക്ക് പോവുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടി തന്നെ സംസ്ഥാനത്ത് CPM-ന് ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൂടി മുന്നിൽ കണ്ടാണ് ഇപ്പോൾ ഏതായാലും CPM-ൽ നീക്കങ്ങൾ നടക്കുന്നത്.